ഹലോ, ഇതുവരെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാത്തവർക്കാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെന്നിട്ട് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന് സെർച്ച് ചെയ്യാം. അതിൽ എംപ്ലോയ്മെൻറ്റ് അറ്റ് കേരള എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ആപ്ലിക്കേഷൻ ഫോമിലേക്കായിരിക്കും. ഇനി ചിലർക്ക് ഇങ്ങനത്തെ ഒരു ഭാഗമായിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇനി ആ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ലെങ്കിൽ സ്ക്രീനിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു 3 ഡോട്ട് ഉണ്ടാവും. അതിൽ നിൽക്കി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് വരുന്ന ഈ ഒരു ഭാഗം വായിച്ച് താഴെ പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ വരുന്ന ആ ഒരു സ്ക്രീനിൽ നമുക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ PSC പഠിക്കുന്നതിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിലൊരു സാക്ഷ്യപത്രം കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊന്ന് ഫില്ലാക്കിയിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി PSCക്ക് അല്ല കൊടുക്കുന്നതെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സും അതിൽ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം വായിച്ച് പ്രൊസീഡ് കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോകണം. അതിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പറുണ്ട്, പിന്നെ പുതിയ അപ്ലിക്കൻ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, ബാങ്ക് ഡീറ്റെയിൽസും, പേരും, ഫോൺ നമ്പർ, ആധാർ കാർഡ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു പേജാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാണാം, അതുപോലെ തന്നെ കൂടുതൽ ഒരു ആപ്ലിക്കേഷൻ നമ്പറും നമുക്ക് കിട്ടുന്നതാണ്. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് വരുന്നത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ആണ്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും 100 KB കുറവായിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അതുപോലെ തന്നെ PDF ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ. ഓരോ ഡോക്യുമെൻറ്റും അപ്ലോഡ് ആകുമ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ കാണിക്കുന്നതാണ്. അവസാനം എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം കാണാം. അതിന് മുന്നായിട്ട് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സെൽഫ് ഡിക്ലറേഷനും കൂടി അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സൈറ്റിലേക്ക് വരാം. അതിൽ ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ഈ ഒരു ഗ്രീൻ ആയിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത്തെ നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആ ഒരു നമ്പറോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്താൽ സ്റ്റാറ്റസ് കാണാവുന്നതാണ്.